സ്വതന്ത്ര ഭാരതത്തിൽ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ വലിയൊരു പദ്ധതിയാണ് ലക്ഷക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തം കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വിപ്ലവ പ്രവൃത്തിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നരേഗ MGNREGA വളരെ വലിയ പദ്ധതിയായിരുന്നു. എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. 100 ദിവസം ജോലി കൊടുത്തേ പറ്റൂ, വേറെ ന്യായമൊന്നുമില്ല. ജോലി കൊടുത്തില്ലെങ്കിൽ കൂലി വേറെ കൊടുക്കണം, ബോണസ് കൊടുക്കണം. വലിയ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ കേരളത്തിൽ 5000-ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പദ്ധതി വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവന്ന VBG RAMG വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ ഗ്രാമീൺ, ഇത് മറ്റേ റാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയും പോലെ നല്ല പേരിട്ടിറങ്ങി എളുപ്പമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഒരു മാസമായിട്ടെങ്കിലും തൊഴിലുറപ്പ് ആ പദ്ധതി നടപ്പിലാക്കാത്തത് കൊണ്ട്, അതിൻ്റെ എഗ്രിമെൻ്റ് വയ്പ്പും അതിൻ്റെ ഗൈഡ് ലൈനുകളും ഡീറ്റെയിൽസും വരാത്തത് കൊണ്ട് നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പദ്ധതിയുടെ ഔദ്യോഗിക വിവരം സംസ്ഥാന സർക്കാരുകൾക്കോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ലഭിച്ചിട്ടില്ല. ചില സംസ്ഥാനങ്ങൾക്ക് പഞ്ചാബ് പോലുള്ള ചില സംസ്ഥാനങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നു, ഹരിയാന പോലുള്ള. പക്ഷേ കേരളത്തിന് അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം നിർദ്ദേശിച്ച നടപടിക്രമം പൂർത്തിയാക്കാൻ വീണ്ടും കുറഞ്ഞത് 6 മാസമുള്ള സ്റ്റാഫ് പാറ്റേൺ ചിലപ്പോൾ മാറാം, ശമ്പള രീതി മാറാം, പ്രോജക്റ്റുകൾ മാറാം, എല്ലാം മതി. പുതിയ പദ്ധതി മുന്നോട്ട് പോകാനും കേന്ദ്രം ശ്രമിക്കുന്നില്ല. പഴയ പദ്ധതി അതുവരെ നിലനിർത്താനും വലിയ പ്രശ്നങ്ങൾ വരുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആക്ഷൻ പ്ലാനും ലേബർ ബഡ്ജറ്റും കേന്ദ്രം ഇതുവരെ അനുവദിച്ച് നൽകിയിട്ടില്ലെന്നാണ് വാർത്തകൾ വരുന്നത്. 2024 ഏപ്രിൽ 2,81,614 തൊഴിൽ ദിനങ്ങളും 2025 5,78,705 തൊഴിൽ ദിനങ്ങളും നൽകാൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ഈ വർഷം ഏപ്രിൽ 23 വരെ, കഴിഞ്ഞ ദിവസങ്ങൾ വരെ 83,916 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് നൽകിയത്. 60% ദിവസം മാത്രമേ തൊഴിൽ നൽകാൻ കഴിയുന്നുള്ളൂ. പണ്ട് ഇതുവരെ 100 ദിവസം തൊഴിൽ നൽകാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിങ്ങനെ എഴുതി വച്ചിരിക്കുന്നതല്ലാതെ. കഴിഞ്ഞ വർഷം അനുവദിച്ച പ്രവർത്തികളുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തികളാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ഉള്ളടക്കം തകർക്കുന്നതിന് VBG RAMG എന്ന് തന്നെ നേരത്തെ വലിയ ആക്ഷേപമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയത്, ഇതിൽ 60% തുക കേന്ദ്രം തരുള്ളൂ, 40% സ്റ്റേറ്റ് കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്, അങ്ങനെ വലിയ. അതേസമയം കൂലിയൊക്കെ കൂട്ടിയിട്ടുണ്ട്, ശമ്പളം കൂട്ടിയിട്ടുണ്ട്. ഒരു 6% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാന്നുള്ള 9% ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ്. പിന്നെ ഇതിനെ മോണിറ്റർ ചെയ്യാനുള്ള നല്ല സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് തടസ്സവുമുണ്ട്. അത് ഭയങ്കര കട്ടി മോണിറ്ററിങ് ആകുമ്പോൾ നടത്താനും പ്രയാസമുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും 40% തുക സംസ്ഥാനം വഹിക്കണം. 1,600 കോടി രൂപയെങ്കിലും സംസ്ഥാനത്തിന് ഓരോ വർഷവും നഷ്ടമാകും. നേരത്തെ ഇത് 90-10 അനുവാദം ഉണ്ടായിരുന്നു. 100% തന്നെ പറയാം. ചില ഭാഗങ്ങളിൽ മാത്രമേ 10% എടുത്തിരുന്നുള്ളൂ. അതേസമയം തൊഴിലുറപ്പ് പദ്ധതി വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 31 വരെ കേരളത്തിലെ തൊഴിലുറപ്പുകാർക്ക് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് 1,010 കോടി രൂപയുടെ പണവും നൽകാനുണ്ട്. 2025-26 കാലയളവിൽ 16 ലക്ഷം കുടുംബങ്ങൾക്കുള്ള കൂലിയും സംസ്ഥാനത്ത് ഭരണച്ചെലവിനായി നൽകേണ്ട തുകയുമുണ്ട്. 16 ലക്ഷം പേർക്കുള്ള കൂലിയുണ്ട്, ഭരണച്ചെലവിൻ്റെ തുകയുണ്ട്. തൊഴിലുറപ്പുകാർക്ക് പണം ധാരാളം പേർക്കും 10-16 ആളുകൾക്ക് കിട്ടാറുണ്ട്. ലേബർ ബഡ്ജറ്റിലൊന്നും പദ്ധതിക്കുള്ള തുകയും ഓരോ വർഷം ഇതിന് പുറമെ വെട്ടിച്ചുരുക്കുന്നുമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇതൊരു ജഗപുകയായിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ 4 മാത്രമാണ് അനുവദിക്കുന്നത്. രാജ്യത്താകെ 30,000 കോടിയിലധികം കോടി രൂപയാണ് കുടിശ്ശിക. തൊഴിലുറപ്പ് നിയമം തന്നെ അട്ടിമറിച്ച് പുതിയ നിയമവും വന്നു എന്നാണ് ആക്ഷേപം. തൊഴിലവകാശം ഇല്ലാതാക്കി പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിൽ വച്ച് കെട്ടുന്നു. ഇതിനിടയിലും തൊഴിലുറപ്പ് പദ്ധതി മാതിരി നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും ഒരു വാദം കേരളത്തിനുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല, കേന്ദ്രത്തിനുമില്ല. കൂടുതൽ ശരാശരി തൊഴിൽ ദിനങ്ങളും നൽകുന്നതും കേരളമാണ്. പക്ഷേ 100 ദിവസം നൽകുന്നില്ല. 100 ദിവസം തൊഴിൽ നൽകുന്ന ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. നമ്മൾ 60 ദിവസമാണ് ശരാശരി നൽകുന്നത്. നഗരങ്ങൾക്കായി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയും ആദിവാസി കുടുംബങ്ങൾക്ക് 200 തൊഴിൽ നൽകുന്ന ട്രൈബൽ പ്ലസ് പദ്ധതിയും തൊഴിലാളികൾക്ക് സമഗ്രക്ഷേമ പദ്ധതിയും കേരളം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് ഒരു അവകാശവാദം. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കേരളം 1000 കോടി രൂപ ബഡ്ജറ്റിൽ വകവച്ചു എന്നൊക്കെ പറയുമ്പോഴും തൊഴിലുറപ്പ് പദ്ധതി വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ പദ്ധതി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വലിയ പ്രശ്നങ്ങളാണുള്ളത്. 10-16 ലക്ഷം ആളുകൾക്ക് കൂലി കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ഒരു കൊട്ടത്താപ്പ് പോലെ ഒരു 10% തുകയാണ് കൂട്ടിക്കൊടുത്തത്. അല്ലാതെ കൃത്യമായി ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള തുക കൂട്ടിക്കൊടുത്തില്ല.
അതുപോലെ അതിൻ്റെ പ്രശ്നങ്ങളും കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ സംവിധാനം കൂടെ വന്നപ്പോൾ തീർച്ചയായിട്ടും തൊഴിലുറപ്പിന് വലിയ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വരുന്ന മാസങ്ങളിൽ ഒരു പദ്ധതി മാറി മറ്റൊരു പദ്ധതിയിലേക്ക് പോകുമ്പോൾ 6 മാസമെങ്കിലും എടുക്കും അതിൻ്റെ ഒരു രീതിശാസ്ത്രം മാറി വരാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ കൂലിയൊക്കെ കൂടുതൽ കൊടുക്കും, പഴയ കൂലിയേക്കാൾ കൂലി കൂടുതലൊക്കെ കൊടുക്കും. പക്ഷേ എവിടെ ഇരുന്ന് നമുക്ക് തൊഴിൽ രജിസ്റ്റർ ചെയ്യാം. അതായത് സംസ്ഥാനവും പഞ്ചായത്തൊന്നും വേണമെന്നില്ല. വിജ്ഞാപനങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തിറങ്ങിയിട്ടില്ല. VB ഗ്രാം ജി ആക്ട് എന്നാണ് അതിൻ്റെ ആക്ടിനെ പറയുന്നത്. വികസിത് ഭാരത് 2047 VB ഗ്രാം ജി ആക്ട് എന്നാണത്. അതിൻ്റെ ലോഗയും സ്ലോഗനും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി എന്നാലും തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമാക്കി ഉയർത്തി. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ വന്നു. കൂലി, അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ കൂലി പിന്നെ കേന്ദ്രവിഹിതം 90% 60% കുറച്ചു. കൂലി കൂട്ടിയിട്ടുണ്ട്, ആളുകളുടെ കൂലി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വളരെ വലിയ ഒരു മാറ്റം. അതുപോലെ GPS സംവിധാനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ദോഷം എന്തെന്ന് പറഞ്ഞാൽ ചെറിയ ഇളവൊക്കെ ചെയ്യാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥർക്കായാലും തൊഴിലാളികൾക്കായാലും. അതേസമയം ഗുണമെന്തെന്ന് വെച്ചാൽ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകും. ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ GPS. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ GPS ഉപയോഗിച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഈ പല കാട്ടിനകത്തും അവിടെ ഇവിടെയൊക്കെ കയറിപ്പോയി പണി ചെയ്യുമ്പോൾ വലിയ ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ പണി ചെയ്യുന്നുണ്ട് തൊഴിലുറപ്പ്. അവിടെയൊക്കെ GPS-ന് ലൊക്കേഷൻ കിട്ടണമെന്നില്ല. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് 2 വിജ്ഞാപനങ്ങൾ പുറത്തിറങ്ങേണ്ടതുണ്ട്. ഈ 2 വിജ്ഞാപനങ്ങൾ പുറത്തിറങ്ങിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ VB റാം ജിക്ക് 96,000 കോടി രൂപ നീക്കിവെച്ചപ്പോൾ തൊഴിലുറപ്പിന് 30,000 കോടി രൂപയും വകയിരുത്തിയിരുന്നു. വരും വർഷങ്ങളിൽ ഈ തുക കൂടി VB റാമിലേക്ക് മാറ്റാനാകും. VB റാം ജി പദ്ധതി നടപ്പിലാക്കുന്നതോടെ സമ്പൂർണ്ണമായി തൊഴിലുറപ്പ് നിൽക്കും. തൊഴിലുറപ്പിന് 30,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. VB റാമിന് 90,000 കോടി രൂപയും. പക്ഷേ പൈസയൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഇതാവശ്യമായ നിർദ്ദേശങ്ങളോ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ഇതിനാവശ്യമായ പദ്ധതികളോ ലേബർ ബഡ്ജറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും പോകാത്തതിൻ്റെ ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും ഈ പദ്ധതി മുടങ്ങിക്കിടക്കുന്നത് പോലെ തന്നെയാണ്. ഇതിനിടയിൽ ഇലക്ഷൻ കൂടെ വന്നപ്പോൾ കൂനിന്മേൽ കുരുപോലെ ഇത് ശ്രദ്ധിക്കാനും നാഥനും നന്ദനുമില്ലാത്ത സ്ഥിതിയായി. ഇതിനിടയിൽ അവിടെ സംസ്ഥാന ഓഫീസിലും ജില്ലാ ഓഫീസിലും ഒക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഫീൽഡ് തലത്തിൽ തൊഴിലുറപ്പുകാരുടെ തൊഴിലാളികളാകട്ടെ ജീവനക്കാരാകട്ടെ വളരെ വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.